ഹായ് വെൽക്കം എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമ്മുടെ ഈ അടുത്തിടെയുള്ള ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് തന്നെ നമുക്ക് അവിടെ കാണാം ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. അവിടെ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ടും വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, അപ്പം അതെങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് നേരം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞ് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫ്രീ ലേണിംഗ് ആപ്പ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടും. പിന്നെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് തുടങ്ങിയാലോ? ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലെ അപ്പം അഡീഷണൽ കുറേ പോയിന്റ്സും കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ഇവിടെ നിന്നും ചോദിച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ ആദ്യമേ നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ നോക്കുമ്പോഴത്തേക്കും നൈട്രജൻ്റെ അളവ് എത്രയാണ് എന്നുള്ളത് PYQ ആണ്. ഓക്കെ, 78.08 ആണ്. ഓക്കെ, 78.08. റെഡി? നൈട്രജൻ്റെ അളവ് 78. അതേപോലെ ഓക്സിജൻ്റെ 20 അല്ലെങ്കിൽ 21 എന്ന് ചോദിക്കാറുണ്ട്. ഈ രണ്ടെണ്ണം പ്രധാനപ്പെട്ടതായിട്ട് നോക്കി വെച്ചോണം. കാർബൺ ഡയോക്സൈഡ് കൂടെ 0.04%. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ നൈട്രജൻ്റെ അളവ് എത്ര? 78%. ഓക്സിജൻ്റെ എത്ര? 20.9 പറയുന്ന പോലെ 21% എന്ന് പറയാം. കാർബൺ ഡയോക്സൈഡിൻ്റെ നോക്കണം 0.04% ആണ്. ഇത്രയും പ്രധാനപ്പെട്ടതാണ് ഇവിടെ. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമ്മൾ പോകുക. ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലേക്ക് നോക്കിക്കേ. ഈ പടത്തിലെ എല്ലാ കാര്യങ്ങളും അതേപോലെ നമുക്കങ്ങ് സ്വാളോ ചെയ്യേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത് മാത്രം നോക്കിയാണേ. ഈ പടത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതിലെ മാറ്റങ്ങളുള്ളത് ഞാൻ പറയാൻ ശ്രദ്ധിക്കണം. ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇവിടെ നിന്ന് പറയുവാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലെ മുകളിൽ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ പറയും? ടോപ്പ് എന്ന് പറയും അല്ലേ? ട്രോപ്പോസ്ഫിയർ. ഓക്കെ, തൊട്ട് മുകളിലത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഏതാണെന്ന് ചോദിച്ചാൽ തൊട്ട് ടോപ്പായിട്ടുള്ള ടോപ്പോസ്ഫിയറിലെ അത് പറഞ്ഞു നോക്കിക്കേ. അങ്ങനെ പറയുമ്പോൾ അതങ്ങ് കിട്ടും. ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ട്രോപ്പോസ്ഫിയർ സെറ്റ്. ട്രോപ്പോസ്ഫിയർ എന്ന് ഓർത്തോണം. ട്രോപ്പോസ്ഫിയർ അതായത് നാം അധിവസിക്കുന്ന ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണെന്ന് ചോദിച്ചാലും, മഴ, മേഘം, കാറ്റ്, ഇതൊക്കെ ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണെന്ന് ഓർത്ത് വെച്ചോണം. ആദ്യത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയർ, നമ്മൾ ജീവിക്കുന്നത്, ക്ലൗഡ് ഫോർമേഷൻ നടക്കുന്നത്. മേഘങ്ങളൊക്കെ കാണാമോ? ഇല്ലേ? ശരി. എന്നാൽ ഈ ജെറ്റ് വിമാനങ്ങളെ നിങ്ങളിവിടെ ആഡ് ചെയ്യരുത്, മനസ്സിലാക്കുക. കാരണം PSCയിൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ആൻസർ കീ കൊടുക്കുന്നത്. അതുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾ ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ഓർത്ത് വെച്ചോണം. ഇതൊക്കെ അല്ലേ? ഓക്കെ, അപ്പം തൊട്ട് മുകളിലത്തെ ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നത്, അതായത് നാം ജീവിക്കുന്ന ഈ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ട്രിപ്പും ടൂറൊക്കെ പോകുമ്പോഴല്ലേ തണുപ്പ് വരുന്നത്? ഉയർന്ന പ്രദേശം, അത് ട്രോപ്പോസ്ഫിയർ ആയതുകൊണ്ടാണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു എന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുമോ? മേഘം, മഴ എല്ലാം ഉള്ളത് ട്രോപ്പോസ്ഫിയറിലാണ്. ഏറ്റവും ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ, ഏറ്റവും താഴെത്തട്ടിലുള്ള ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഇത്രയും GK ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അതിന് തൊട്ട് മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയുമോ? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും സ്ട്രാറ്റോസ്ഫിയറിൽ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഓസോൺ ലെയർ എവിടെയാണ് എന്നുള്ളത്. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അതിൻ്റെ തൊട്ട് മുകളിലാണ് മീസോസ്ഫിയർ. മിഡിൽ, ഏറ്റവും മധ്യഭാഗത്തുള്ള ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ഏതാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയർ. മിഡിൽ ഭാഗത്തുള്ളത്, മധ്യഭാഗത്തുള്ളത് മീസോസ്ഫിയർ. മിഡിൽ ഭാഗത്തുള്ളത്, മധ്യഭാഗത്തുള്ളത് മീസോസ്ഫിയർ. ഒന്നുകൂടെ, മിഡിൽ ഭാഗത്തുള്ളത്, മധ്യഭാഗത്തുള്ളത് മീസോസ്ഫിയർ ആണ്. അത് കിട്ടത്തില്ലയോ? കിട്ടണം. അപ്പോൾ ഈ 3 ട്രോപ്പോസ്ഫിയർ നമ്മൾ പറഞ്ഞു, നാം അധിവസിക്കുന്നത് അല്ലെ, നാം ജീവിക്കുന്നത്, ക്ലൗഡ് ഫോർമേഷൻ, മഴ, മഞ്ഞ്, കാറ്റ്. ഓക്കെ, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ ലെയർ ഉണ്ട്. ഇവിടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. അടുത്ത മീസോസ്ഫിയർ, മധ്യഭാഗത്തായിട്ടുള്ള മിഡിലായിട്ടുള്ളതാണ് ഈ മീസോസ്ഫിയർ. നമ്മൾ മിക്കവാറും മിസ് ചെയ്യാറുള്ളത് എന്താ? ഉൽക്കകൾ കത്തിയെരിയുന്നത് അല്ലേ? ഇത് നോക്കിക്കേ,
ഒരു ഉൽക്ക പോകുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, അത് പറയുന്ന സമയം കൊണ്ട് അത് കത്തിയെരിഞ്ഞു പോകും. മിസ്സായി. മിസോസ്ഫിയറിലൂടെയാണ് ഉൽക്കകൾ കത്തിയെരിഞ്ഞു പോകുന്നതെന്ന് ഓർത്തോണം. മിസോസ്ഫിയറിലാണ് ഉൽക്കകൾ കത്തിയെരിയുന്നത് എന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, മിസോസ്ഫിയറിലും ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നു. മീസോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നു. ഓക്കെ, ട്രോപ്പോസ്ഫിയർ പോലെ തന്നെയാണ് മീസോസ്ഫിയറും. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. അതായത് ഏറ്റവും തണുപ്പുള്ളത് മീസോസ്ഫിയറിലാണ്. ഓക്കെ, ഏറ്റവും തണുപ്പുള്ളത് മീസോസ്ഫിയറിലാണ്. -83 ഡിഗ്രിയാണ് അവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഏറ്റവും തണുപ്പുള്ളതാണ്. ഉൽക്ക കത്തിയെരിഞ്ഞ് മിസ്സാകുകയും ചെയ്യും. ഇത്ര എണ്ണം കിട്ടിയോ? ഇനി അടുത്ത പടങ്ങളിൽ നമുക്ക് ബാക്കി പഠിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ഈ എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ റിസൾട്ടുകളുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ റിസൾട്ടൊക്കെ ആയിട്ട് നമുക്ക് ഫീച്ചേർഡ് ആയിട്ട് ഇതിൽ തന്നെ കാണാൻ പറ്റും. കണ്ടല്ലോ, റിസൾട്ടിൻ്റെ ചാകരകളാണ് ഈ കാണുന്നതെല്ലാം. ഓക്കെ, അപ്പം ശ്രീ ലേണിംഗ് ആപ്പ് എന്നുള്ളത് ഡൗൺലോഡ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ ഇതേപോലെ ഫീച്ചേർഡ് ആയി വരിക. അപ്പോൾ നമുക്ക് അടുത്തൊരു പടം കണ്ട് കുറച്ച് പ്രധാനപ്പെട്ടത് നോക്കാം. ഈ ഭാഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടൻസ് ചെയ്ത് ഷോർട്ടാക്കി പറയുന്നത്. ഒരു ഭാഗം ഒഴിച്ചു വയ്ക്കുന്നില്ല, എല്ലാ മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫുൾ ഡെപ്തിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമേ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കേ, അടുത്തൊരു പടം കണ്ടല്ലോ. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ, അതായത് നാം അധിവസിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, ഇവിടെയാണ് ഓസോൺ ലെയർ ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് മിസോസ്ഫിയർ. മിസ്സാവും, ഉൽക്ക കത്തിയെരിഞ്ഞ് തീരുന്നു. ഓക്കെ, ഇനി ഈ മിസോസ്ഫിയറിലാണ് ഏറ്റവും ടെമ്പറേച്ചർ കുറവുള്ളത്. -83 ആണ് ആവറേജ്. -100 വരെ പോവാറുണ്ട്. -83 ആണ് ആവറേജ്. ഓക്കെ, അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ ഈ അടുത്ത് 2023 ചോദിച്ച ചോദ്യം, അയണോസ്ഫിയർ ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നതെന്ന് ചോദിക്കും. ഓക്കെ, അയണോസ്ഫിയർ തെർമോസ്ഫിയറിലാണ് കാണുന്നത്. അയണോസ്ഫിയർ തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് അയണോസ്ഫിയറും ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ 4000+ കേറ്ററ്റിൽ റിസൾട്ടുകൾ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ എയിംസ് സ്റ്റഡി സെൻറ്ററിന്. അപ്പം നിങ്ങളും ഇതേപോലെ ഫീച്ചേർഡ് ആവണം വൈകാതെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക് സപ്പോർട്ട് നമ്പർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കോൾ ചെയ്യാം. ആപ്പുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ മേഘങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പറയാം. ഒന്ന് നാക്രിയസ് മേഘങ്ങൾ എന്ന് പറയും. നാക്രിയസ് മേഘങ്ങൾ പടം കണ്ടോ? നമ്മൾ ഈ ഹൈ റേഞ്ചുകളിലൊക്കെ, പ്രത്യേകിച്ച് കൊടൈക്കനാൽ ഭാഗങ്ങളിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ മേഘങ്ങൾ കാണാം. ഓക്കെ, അപ്പം ഈ മേഘങ്ങൾ പറയുന്നത് നാക്രിയസ് മേഘങ്ങൾ എന്ന് പറയും. ഓക്കെ, നാക്രിയസ് മേഘങ്ങൾ. നാക്രിയസ് മേഘം എന്തിനാണ് ഞാൻ പറഞ്ഞതെന്നറിയോ? ഓസോൺ ലെയർ ഉള്ളത് ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണ്? ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ? ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി നിങ്ങൾക്ക് അത് ഓർത്ത് വയ്ക്കാൻ പാടാണ്, ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഒരാളെ ഓസണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരാളെ കൂടെ നടന്ന് എങ്ങനെയാ ഓസുക, ഒരാളെ ഇങ്ങനെ കബളിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂടെ നടന്നതെല്ലാം മസൂലാക്കി എടുക്കുന്നതാണ് ഓസുക. ഓസുന്നതിനൊരു സ്ട്രാറ്റജി വേണം എന്നൊന്ന് മനസ്സിലോർത്താൽ മതിയേ. ഓസുന്നതിനൊരു സ്ട്രാറ്റജി വേണം. അങ്ങനെയാണ് ഓസുക എന്നുള്ളൊരു വാക്ക് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? കണക്ട് ചെയ്യാൻ വേണ്ടി പറയുക, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പം ഓസുന്നതിനൊരു സ്ട്രാറ്റജി ആണ്. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയർ. ഈ ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്ന മേഘങ്ങളാണ്, ഓസോൺ ലെയറിനെ അറ്റാക്ക് ചെയ്യുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. അതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ അല്ലേ? അപ്പം ഓസോൺ ലെയറിലുള്ളതാണ്, ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ ലെയറിനെ അറ്റാക്ക് ചെയ്ത് നാക്രിയസ് മേഘങ്ങളാണ്. അതേപോലെ അടുത്തൊരെണ്ണമാണ് നൊക്റ്റിലൂസൻ്റ് മേഘങ്ങൾ എന്ന് പറയും. നൊക്റ്റിലൂസൻ്റ്. ഓക്കെ, നോക്കി പക്ഷെ മിസ്സായി എന്നങ്ങ് ഓർത്തേ. അപ്പോൾ എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടോ? നോക്കി പക്ഷെ മിസ്സായി, അതായത് ഉൽക്ക നോക്കി എപ്പോഴത്തേക്ക് മിസ്സായി. മിസോസ്ഫിയറിലാണ് ഉൽക്കകൾ കത്തിയെരിയുന്നത്. മധ്യഭാഗത്തുള്ളത് മിസോസ്ഫിയറാണ്. നൊക്റ്റിലൂസൻ്റ് മേഘങ്ങൾ മിസോസ്ഫിയറിലാണ്. ഓക്കെ, നൊക്റ്റിലൂസൻ്റ് നാക്രിയസ് മേഘങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിൽ, നൊക്റ്റിലൂസൻ്റ് മേഘങ്ങൾ മിസോസ്ഫിയറിലുമാണ്. നല്ല രസമല്ലേ കാണാൻ? നോക്കിയേ, ഇത് ക്യാമ്പിംഗ് സൈറ്റുകളാണ് കൊടൈക്കനാലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ മേഘങ്ങളൊക്കെ കണ്ടോ? ഇതൊക്കെ നൊക്റ്റിലൂസൻ്റ് മേഘങ്ങളാണ്. നോക്കി പക്ഷെ കണ്ടില്ല എന്ന് ഓർത്താൽ മിസ്സായി ഉൽക്ക. നോക്കി മിസ്സായി. നൊക്റ്റിലൂസൻ്റ് മിസോസ്ഫിയർ. ഇനി ഓസുന്നതിന് ഒരു സ്ട്രാറ്റജി ആണ്, ഓസോൺ സ്ട്രാറ്റോസ്ഫിയർ. അപ്പം അത്രയും ചോദ്യങ്ങൾ കിട്ടിയോ? ഓക്കെ അല്ലേ? വേണ്ട ഉൽക്കകൾ കത്തിയെരിയുന്ന പാളി. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എഴുതിയിട്ടുള്ളതാണ്.
അതൊന്നും നോക്കണ്ട നിങ്ങൾ, ഞാൻ പറയുന്നത് ജസ്റ്റ് കേട്ട് ആ പടം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഒന്നുകൂടെ ലാസ്റ്റായിട്ട് പറയാമേ, നാം ജീവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മേഘങ്ങൾ ഫോം ചെയ്യുന്നത് മഴ, മഞ്ഞ്, കാറ്റ് ഒക്കെ ഈ ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഏറ്റവും താഴത്തെ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ആണ്. ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ ട്രിപ്പ് പോകുന്നത് ഓർത്താൽ മതി. ഹൈറ്റ് ഉള്ളിടത്തോട്ട് പോകുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറവല്ലേ, അത് ട്രോപ്പോസ്ഫിയർ. റെഡി? ശരി. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റജി വേണം ഓസുന്നതിന്. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ, എന്നാൽ ജെറ്റ് സ്ട്രീംസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിലാണെന്ന് ഓർത്തോണം. ജെറ്റ് സ്ട്രീംസ് 2023 ചോദിച്ചു. ജെറ്റ് വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിൽ ജെറ്റ് സ്ട്രീംസ് ഓക്കെ ട്രോപ്പോസ്ഫിയറിലാണ്. ജെറ്റ് സ്ട്രീംസ് ട്രോപ്പോസ്ഫിയറിലാണ്. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഇനി അതിൻ്റെ അടുത്തത് കണ്ടോ, മിസോസ്ഫിയർ. ഉൽക്ക നോക്കും, നമ്മൾ പറയത്തില്ലേ, ഉൽക്ക നോക്കിയപ്പോഴേ മിസ്സായി. മിസോസ്ഫിയർ മധ്യഭാഗത്തുള്ളതാണ്, ഏറ്റവും ടെമ്പറേച്ചർ കുറവുള്ളതാണ്. ഇവിടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. -83 ആണ് മിസോസ്ഫിയറിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇത് കണ്ടോ, പോളാർ ലൈറ്റ്സ് എന്ന് പറയും, അരോറ അല്ലേ. അപ്പം പോളാർ ലൈറ്റ്സ്, സതേൺ ലൈറ്റ്സ്, നോർത്തേൺ ലൈറ്റ്സ്, അരോറ എന്നൊക്കെ പറയുന്ന അയണോസ്ഫിയറിലാണ് ഇതുള്ളത്. അയണോസ്ഫിയർ, അതായത് തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് അയണോസ്ഫിയർ. മറക്കല്ല, 2023 ക്വസ്റ്റ്യൻ ആണ്. തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിനാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ച ചോദ്യം ഇത്, അയണോസ്ഫിയർ ഏത് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയറിലാണ്? തെർമോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. എവിടെയാ? അത് തെർമോസ്ഫിയറിലാണ്. എന്നാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയും ഓക്കെ ഔട്ടർ സ്പേസിനും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയൊക്കെ പറയുന്നത് പോലെ ഭൂമിയുടെ അതിർത്തിയായിട്ട് നിങ്ങൾ കൂട്ടിക്കോ. ഇതിൻ്റെ വെളിയിലോട്ടുള്ളത് ഔട്ടർ സ്പേസ് ആക്കി കണക്കാക്കിയേക്കുക. ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ദൂരെയുള്ള കർമ്മൻ രേഖയാണത്. ഓക്കെ, ഭൂമിയിൽ നിന്നും 100 കിലോമീറ്റർ ദൂരെയുള്ള കർമ്മൻ രേഖയാണ്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അന്തരീക്ഷത്തിന്റെ ബഹിരാകാശത്തിന്റെ അതിർവരമ്പ് നിശ്ചയിച്ചിരിക്കുന്ന രേഖയാണ് കാർമാൻ രേഖ. ഓക്കെ, ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉയരമുള്ള ഭാഗമാണ്. അപ്പം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറും ഔട്ടർ സ്പേസും, ഔട്ടർ സ്പേസിനെ വേർതിരിക്കുന്ന രേഖയാണ് കാർമാൻ രേഖ എന്നുള്ളത് ഓർത്ത് വെച്ചോണം. കാർമാൻ രേഖ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾക്ക് പറയാൻ എളുപ്പമല്ലേ, അയണോസ്ഫിയറിലാണെന്ന് പറയാം, അല്ലെ തെർമോസ്ഫിയറിലാണെന്ന് പറയാം, അല്ലേ? ഇത്രയും സംഭവങ്ങൾ ഓർത്ത് വെച്ചോണം. എളുപ്പമല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓർത്ത് വെക്കാമല്ലോ, റീകളക്ട് ചെയ്യാനും എളുപ്പമല്ലേ, അല്ലേ? ഇനി തെർമോസ്ഫിയറിന് മുകളിൽ നമ്മൾ പറഞ്ഞ തെർമോസ്ഫിയറിൽ അയണോസ്ഫിയർ ഉണ്ട്. പിന്നെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന തെർമോസ്ഫിയർ ആണല്ലേ അയണോസ്ഫിയർ ആണെന്ന് ഓർത്തോണം. ഈ തെർമോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് എക്സോസ്ഫിയർ ആണ്. ഏറ്റവും വെളിവശത്തുള്ളത് എക്സോസ്ഫിയർ ആണ്. ഓക്കെ, അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ഈ എക്സോസ്ഫിയർ. ഔട്ടർ സ്പേസ് ആക്കിയാണ് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പടം കൂടെ ഒന്ന് കണ്ടോണേ. സ്ട്രാറ്റോസ്ഫിയറിൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ലെയർ ഉണ്ട്. മിസോസ്ഫിയറിൽ ഉൽക്കയുണ്ട്, മധ്യഭാഗത്താണ്. തെർമോസ്ഫിയറിൽ കണ്ടോ പോളാർ ലൈറ്റ്സ്, അരോറ. ഓക്കെ, ഇത് അയണോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറും അയണോസ്ഫിയറിലാണ്. തെർമോസ്ഫിയറിലാണ് ഏറ്റവും ചൂട് കൂടിയത്. മിസോസ്ഫിയറിലാണ് ഏറ്റവും തണുപ്പ് കൂടുതൽ. തെർമോസ്ഫിയറിലാണ് ഏറ്റവും ചൂട് കൂടിയതെന്ന് ഓർത്ത് വെച്ചോണം. ഇനി കാർമാൻ രേഖ, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറും ഔട്ടർ സ്പേസുമായിട്ട് വേർതിരിക്കുന്ന കാർമാൻ രേഖ ഉള്ളത് ഈ തെർമോസ്ഫിയറിലാണ്. 100 കിലോമീറ്ററിലാണ് അതുള്ളത്. എന്നാൽ തെർമോസ്ഫിയറിൻ്റെ മുകളിലത്തെ ഭാഗം എക്സോസ്ഫിയറുമാണ്. അത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ കുറച്ച് നേരം കൊണ്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഈ മാർക്ക്, അതായത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇനി ഇതൊന്നും ചോദിക്കാനില്ല, അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു 60% ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലത്തെ മറ്റ് ക്ലാസ്സുകളും ഫ്രീ ക്ലാസ്സുകളും കിട്ടണമെന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെൻറ്റർ എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് റീൽസ് ആയിട്ടും കണ്ടൻസ് ആയിട്ടും അവിടെ കിട്ടും.
അതേപോലെ തന്നെ കോൺടാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഈ റിസൾട്ടുകളെല്ലാം ഈ ഒരു ആപ്പിലെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ആയിട്ടുള്ള. അപ്പം നിങ്ങൾക്കും അതേപോലെ ഭാവിയിൽ റിസൾട്ട് വന്ന് സെറ്റ് ആകാൻ വേണ്ടിയിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അടുത്ത് ഏത് ടോപ്പിക്സ് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാരത്തോൺ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നുണ്ട്, ടോപ്പിക് വൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഏതാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് അഡ്മിഷന് വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ഓക്കെ അല്ലേ? അപ്പം LDCയുടെ പുത്തൻ ബാച്ച് ഇവിടെ ലോഞ്ച് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഈ ഭാഗങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഇത് കിട്ടിയിട്ടില്ലേ, ഒന്നുകൂടെ തുടക്കം മുതലിട്ട് ഒന്ന് സ്പീഡ് കൂട്ടി കണ്ട റിവിഷനുമായി പക്ക ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈവ് സ്ട്രീമിങ്ങിൽ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, ഓൾ ദി ബെസ്റ്റ്, ബൈ.